ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 139. കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നു. ഒരിടത്തരം മത്സ്യബന്ധന ബോട്ട് അഗാധ നീലിമ കലർന്ന മനോഹരമായ ഗനേസരത്ത് കായലിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഈശോ അതിൻ്റെ അമരത്തിരുന്ന് ഉറങ്ങുകയാണ്. അവിടുന്ന് ഇടത്ത് കൈത്തണ്ടിൽ തല ചാരി വച്ചിരിക്കുന്നു. തലയുടെ അടിയിൽ ഇളം നീല നിറത്തിലുള്ള പുറങ്കുപ്പായം മടക്കി വച്ചിട്ടുണ്ട്. ബോട്ടിൻ്റെ അടിഭാഗത്തിരുന്ന് അമരത്തിൻ്റെ അഗ്രഭാഗത്തേക്ക് ചാരിയിരിക്കുകയാണ്. പത്രോസ് ചുക്കാൻ പിടിച്ചിരിക്കുന്നു. ആൻഡ്രൂ തുഴച്ചിലിൽ വ്യാപൃതനാണ്. സൂര്യൻ പടിഞ്ഞാറേ ചക്രവാളത്തിൽ ഏതാണ്ട് പൂർണ്ണമായും മറയാറായി. പെട്ടെന്ന് ആകാശം മേഘാവൃതമായി. അസ്തമയന സൂര്യനും അതിൽ മറഞ്ഞു. പത്രോസും ആൻഡ്രുവും ആകാശത്തിൻ്റെയും കായലിൻ്റെയും ഭാവപ്പകർച്ച കണ്ട് ബോട്ട് കരയ്ക്കടുപ്പിക്കുവാനുള്ള ശ്രമത്തിലാണ്. എന്നാൽ പൊടുന്നനെ കൊടുങ്കാറ്റ് കായൽ പരപ്പിൽ വീശി. തിരകൾ പരസ്പരം ആഞ്ഞടിക്കുകയും ബോട്ട് ആടി ഉലയുകയും ചെയ്തു. പൊങ്ങിയും താണും അത് പല ദിശകളിലേക്ക് ഒഴുകിപ്പോയി. എത്ര ശ്രമിച്ചിട്ടും ബോട്ടിനെ നിയന്ത്രിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഈശോ അപ്പോഴും ഉറക്കമാണ്. ശിഷ്യന്മാരുടെ കൂക്കുവിളികളോ കൊടുങ്കാറ്റിൻ്റെ ചീറിപ്പാച്ചലോ ഒന്നും അവിടുത്തെ ഉണർത്തിയില്ല. ഈശോയുടെ മുടി പാറിപ്പറക്കുകയും വെള്ളത്തുള്ളികൾ ശരീരത്തിൽ വീഴുകയും ചെയ്യുന്നു. യോഹന്നാൻ ഓടിച്ചെന്ന് തൻ്റെ മേൽക്കുപ്പായം കൊണ്ട് അവിടുത്തെ ശരീരം മറയ്ക്കുന്നു. കൊടുങ്കാറ്റ് അടിക്കടി ശക്തിപ്പെട്ടുകൊണ്ടിരുന്നു. ബോട്ട് നിയന്ത്രണം വിട്ട് തുറസായ കടലിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ബോട്ട് നിയന്ത്രിക്കാൻ അവർ കഠിന പരിശ്രമം ചെയ്ത് വശം കെട്ടു. വെള്ളം ബോട്ടിലിടിച്ച് കയറിക്കൊണ്ടിരുന്നു. പത്രോസിന് ക്ഷമയും സ്വസ്ഥതയും നഷ്ടപ്പെട്ടു. അദ്ദേഹം ചുക്കാൻ തൻ്റെ സഹോദരൻ്റെ പക്കലേൽപ്പിച്ചിട്ട് ഈശോയെ പിടിച്ച് കുലുക്കി വിളിച്ചു. അവിടുന്ന് ഉണർന്ന് തല ഉയർത്തി നോക്കി. ഗുരോ, ഞങ്ങളെ രക്ഷിച്ചാലും, നാം മുങ്ങാൻ പോവുകയാണ്. പത്രോസ് അട്ടഹസിച്ചു. ഈശോ പത്രോസിനെയും മറ്റ് ശിഷ്യന്മാരെയും നോക്കി, പിന്നെ കായലിലേക്കും. നിങ്ങളെ രക്ഷിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഗുരോ, ഉടനെ വേണം. പത്രോസ് വീണ്ടും അട്ടഹസിച്ചു. ഈ സമയത്ത് ശരിക്കും മല പോലെ ഒരു തിര കായൽ മധ്യത്തിൽ നിന്ന് ആ ചെറിയ ബോട്ടിന് നേരെ വരികയായിരുന്നു. അത് അത്രയ്ക്ക് ഉന്നതവും ഭീകരവുമായ ഒരു ജലപ്രവാഹമാണ്. അത് കണ്ടിട്ട് മരണം തീർച്ചപ്പെട്ടതുപോലെ ശിഷ്യന്മാർ പരിഭ്രമിച്ച് മുട്ടിന്മേൽ നിന്ന് അങ്ങിങ്ങ് മുറുകെ പിടിച്ചു. ഈശോ എഴുന്നേറ്റു. അവിടുന്ന് അമരത്തട്ടിൽ കയറി നിന്നു. ഭീകരമായ കൊടുങ്കാറ്റിനെതിരെ ഒരു വലിയ തിരയുടെ നേരെ കൈകൾ നീട്ടിക്കൊണ്ട് അവിടുന്ന് കൊടുങ്കാറ്റിനോട് കൽപ്പിച്ചു, നിർത്തൂ, ശാന്തമായിരിക്കൂ. എന്നിട്ട് വെള്ളത്തിനോട് കൽപ്പിച്ചു, ശാന്തമാവുക, ഞാനിത് ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ വലിയ തിര പതയായി രൂപാന്തരപ്പെട്ട് അപ്രത്യക്ഷമായി. കൊടുങ്കാറ്റ് ഒരു ചൂളം വിളിയായും പിന്നെ ഒരു നിശ്വാസമായും മാറിയ ശേഷം ഇല്ലാതെയായി. ആകാശം വീണ്ടും തെളിഞ്ഞു. ശിഷ്യന്മാരുടെ ഹൃദയങ്ങൾ പ്രത്യാശ കൊണ്ടും വിശ്വാസം കൊണ്ടും വീണ്ടും നിറഞ്ഞു. ഈശോ പറയുന്നു, മറ്റെല്ലാവരും ചെയ്യുന്ന അതേ രീതിയിൽ ഞാൻ സുവിശേഷം വ്യാഖ്യാനിക്കാറില്ല. എന്നാൽ സുവിശേഷത്തിൽ പറയുന്ന സംഭവത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ ഞാൻ സുവ്യക്തമാക്കാം. കൊടുങ്കാറ്റ് വരുന്ന വിവരം എനിക്കറിയാമായിരുന്നു. എനിക്ക് മാത്രമേ അതറിയാമായിരുന്നുള്ളൂ. എന്നിട്ടും ഞാൻ ഉറങ്ങിയത് എന്തുകൊണ്ടാണ്? കാരണം അപ്പോസ്തലന്മാർ മനുഷ്യരായിരുന്നു. അവർ സന്മനസ്സുള്ളവരായിരുന്നെങ്കിലും കേവലം മനുഷ്യർ തന്നെ. എല്ലാറ്റിലുമുള്ള താൻ പോരിമ തനിക്കുണ്ടെന്ന് മനുഷ്യർ കരുതുന്നു. എന്തെങ്കിലും തനതായി ചെയ്യാൻ കഴിവുള്ളപ്പോൾ അവൻ പൂർണ്ണമായി അഹങ്കരിക്കുകയും ചെയ്യുന്നു. പത്രോസ്, ആൻഡ്രൂ, ജെയിംസ്, ജോൺ ഇവരെല്ലാം നല്ല മീൻപിടുത്തക്കാരാണ്. തന്മൂലം ഒരു ബോട്ട് നിയന്ത്രിക്കാനുള്ള പ്രാപ്തി തങ്ങൾക്ക് വേണ്ടുവോളമുണ്ടെന്ന് അവർ കരുതി. അവരെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു വലിയ റബ്ബി മാത്രമാണ്, ഒരു നാവികൻ എന്ന നിലയിൽ ആരുമല്ല. അതുകൊണ്ട് അവരെ സഹായിക്കുവാൻ എനിക്ക് കഴിയുകയില്ലെന്നവർ വിചാരിച്ചു. ബോട്ട് ഗലീലിയ കടലിന് കുറുകെ കടന്നു പോകേണ്ട സമയമായപ്പോൾ താഴെ ഇരുന്നു കൊള്ളാൻ അവർ എന്നോട് പറഞ്ഞു. എന്തെന്നാൽ എനിക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അവർ കരുതി. തന്മൂലം എന്നെക്കൊണ്ട് ഒരു കായികാധ്വാനവും ചെയ്യിക്കേണ്ട എന്നവർ ആഗ്രഹിച്ചു. സ്വന്തം കഴിവിലുള്ള അവരുടെ വിശ്വാസം അവരുടെ സ്നേഹത്തേക്കാൾ വലുതായിരുന്നു.
അസാധാരണ സന്ദർഭങ്ങളിലൊഴികെ ഞാൻ എന്നെ തന്നെ അടിച്ചേൽപ്പിക്കാറില്ല. ഞാൻ സാധാരണയായി നിങ്ങളെ സ്വതന്ത്രമായി വിട്ടു നോക്കിയിരിക്കുകയുള്ളൂ. അന്ന് ഞാൻ ക്ഷീണിതനായിരുന്നു. വിശ്രമിക്കുന്നതിന് എന്നോട് അവർ ആവശ്യപ്പെടുകയും ചെയ്തതിനാൽ ഞാൻ ഉറങ്ങിപ്പോയി. അതോടൊപ്പം മനുഷ്യർ എങ്ങനെ തൻ്റെ മാനുഷിക സ്വഭാവം കാണിക്കുകയും ദൈവസഹായം കൂടാതെ കാര്യങ്ങൾ സ്വന്തം ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ആധ്യാത്മിക ചെകിടന്മാരും അന്ധന്മാരുമായ അവരിൽ അത്തരത്തിലുള്ള സകല മനുഷ്യരെയും ഞാൻ കണ്ടു. ഇങ്ങനെയുള്ളവർ നൂറ്റാണ്ടുകളായി സ്വയം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ സഹായ അഭ്യർത്ഥന പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഉണ്ടായിട്ടും കാര്യങ്ങൾ സ്വയം നിർവഹിക്കാമെന്നാണ് അവർ വിചാരിച്ചത്. ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പത്രോസ് വിളിച്ചു കൂവിയപ്പോൾ പാറ അലിയുന്നത് പോലെ എൻ്റെ മനസ്സലിഞ്ഞു. ഞാൻ കേവലം മനുഷ്യനല്ല, ദൈവമനുഷ്യനാണ്. നിങ്ങൾ പെരുമാറുന്നത് പോലെയല്ല ഞാൻ പെരുമാറുന്നത്. ഒരാൾ നിങ്ങളുടെ ഉപദേശമോ സഹായമോ നിരസിക്കുന്ന പക്ഷം അയാൾ ആപത്തിലകപ്പെടുമ്പോൾ നിങ്ങൾ ദയയില്ലാതെ വിദ്വേഷത്തോടും നിസ്സംഗതയോടും കൂടിയായിരിക്കും അയാളെ കാണുക. സഹായത്തിന് വേണ്ടി കരഞ്ഞു വിളിച്ചപേക്ഷിച്ചാലും നിങ്ങൾ അനങ്ങുകയില്ല. പക്ഷെ ഞാൻ ഈശോയാണ്, രക്ഷകനാണ്. ഞാൻ രക്ഷിക്കുക തന്നെ ചെയ്യും. എന്നോട് ആവശ്യപ്പെട്ടാൽ ഉടനെ എപ്പോഴായാലും ഞാൻ രക്ഷിക്കും. അല്ലയോ എൻ്റെ മക്കളെ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നിങ്ങൾക്കൊരു സ്വർഗീയ പിതാവുണ്ടെന്ന കാര്യം ഓർക്കുക തന്നെ വേണം. മുടിയനായ പുത്രൻ വിശന്നപ്പോൾ തനിക്കൊരു പിതാവുണ്ടെന്ന് അവൻ ഓർമ്മിച്ചല്ലോ. അതുപോലെ നിങ്ങളും ഓർക്കണം. നിർഭാഗ്യങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ നിസ്സാരതയും അജ്ഞതയും മുൻനിർത്തി പ്രവർത്തിക്കുവാൻ നിങ്ങൾ പ്രേരിതരായിത്തീരും. ഒട്ടേറെ തെറ്റുകളുടെയും തിന്മകളുടെയും മൂലകാരണം ഇതാണ്. ഒട്ടേറെ ദുഃഖവും വിലാപവും പാപങ്ങളും അങ്ങനെയാണുണ്ടാകുന്നത്. നിങ്ങൾ സ്വയം അടിച്ചേൽപ്പിക്കുന്ന ശിക്ഷകളുടെ കാരണവും ഇതുതന്നെ. എൻ്റെ അസ്തിത്വത്തിൻ്റെയും നന്മയുടെയും പ്രസക്തി ഇവിടെയാണ്. എന്നെ വിളിക്കൂ. നിങ്ങളെന്നെ സ്നേഹിക്കുന്നില്ല എന്ന് കാണുമ്പോഴുണ്ടാകുന്ന കഠിനമായ മനോവേദന ഉള്ളപ്പോഴൊഴികെ ഒരവസരത്തിലും ഈശോ ഉറങ്ങുകയില്ല. എന്നെ വിളിക്കൂ, ഞാൻ വരാം.